മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന് ലോകത്തോട് പറയാനുള്ളത് അറിവിന്റെ കൃത്യമായ ബോധത്തിലേക്ക് തിരിച്ചു നടക്കണം എന്നുള്ളതാണ്. ലോകമേറെ മാറിയിട്ടുണ്ട്. വിജ്ഞാനത്തിന്റെ മേഖലയിൽ വിസ്ഫോടനം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പനയോലകൾക്ക് താഴെ ഈർക്കിൾ കൊണ്ട് എഴുതി പഠിച്ചിരുന്ന ആളുകൾ ലാപ്ടോപ്പുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വന്തം സ്വീകരണ മുറിയിലിരുന്നു കൊണ്ട് ആലോചിക്കുന്ന കാര്യങ്ങൾ വരെ വിക്കിലീക്സിലൂടെ ലീക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് മുന്നിൽ അറിവിന്റെ വിസ്ഫോടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അറിവ് വർദ്ധിക്കുന്തോറും അതിനനുസരിച്ച് സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങളും വർദ്ധിക്കുന്നുണ്ട് എന്ന നിരാശാജനകമായ ഒരു വസ്തുതയും നമുക്ക് കാണാതിരിക്കാനാവില്ല. നമ്മളൊക്കെ കേട്ട് പഠിച്ച ഒരു കഥയുണ്ടല്ലോ. ഒരു ടൂറിസ്റ്റ് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നതിനിടയിൽ അവിടെയുള്ള ലോഡ്ജിന്റെ മുതലാളിയെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരികയാണ്, എനിക്കവിടെ ഒരു റൂം ശരിയാക്കി തരണം, പക്ഷേ എന്റെ കൂടെ ഒരു നായയും ഉണ്ടാകും, അതിന് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ മുതലാളി അദ്ദേഹത്തോട് ആ ഫോണിലൂടെ തിരിച്ചു പറയുന്നത്, ഈ ലോഡ്ജിൽ ഇന്നേ വരെ ഒരു നായയും ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരാളെയും ആക്രമിച്ചിട്ടില്ല. ഈ ലോഡ്ജിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു നായയും ഇവിടത്തെ വസ്തുക്കൾ മോഷ്ടിച്ചിട്ടില്ല. ഈ ലോഡ്ജിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ പണം തരാതെ ഒരു നായയും മുങ്ങിയിട്ടില്ല. പക്ഷേ ആ നായയെക്കാളും ഞങ്ങൾക്ക് ഭയമുള്ളത് താങ്കളുടെ കാര്യത്തിലാണ് എന്ന് മനുഷ്യന്റെ ഗതകാല ചരിത്രത്തിലൂടെ മുന്നോട്ടു പോകുന്ന മാനുഷിക ഭാവത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുന്ന ഒരു കഥ നമ്മളൊക്കെ പഠിച്ചതാണ്. അതെ, അറിവ് വർദ്ധിക്കുന്തോറും അതിലൂടെ ലഭ്യമാകേണ്ട ആ മൂല്യത്തിന്റെ തലങ്ങൾ കൊഴിഞ്ഞു പോവുകയും അത് നഷ്ടപ്പെട്ടു പോകുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുക. എഞ്ചിനീയറിംഗിന് പോകാത്ത, എഞ്ചിനീയറിംഗിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു പോത്ത് ഇന്നേ വരെ ഒരാളെയും വ്യഭിചാരത്തിന് പാത്രമാക്കിയതായിട്ട് നമുക്ക് പരിചയമില്ല. മെഡിക്കലിനെ കുറിച്ച് അതിന്റെ എൻട്രൻസ് പോലും എഴുതാത്ത ഒരു പൂച്ചയും ഇന്നേ വരെ പലിശക്ക് പണം കൊടുത്ത് അങ്ങനെ തന്റെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടില്ല. PhD കുറിച്ച് ആലോചിക്കാത്ത, PhD കുറിച്ച് ചിന്തിക്കാത്ത ഒരു കഴുതയും ഇന്നേ വരെ അശ്ലീലമായ ആഭാസകരമായ സ്വന്തം ഉമ്മയെപ്പോലും കടിച്ചു കയറുന്ന വിരോധാഭാസമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ല എങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ പറ്റിപ്പോയതാർക്കാണ്? വിജ്ഞാനം ലഭ്യമാകുന്നതോടുകൂടി അതിലൂടെ നേടിയെടുക്കേണ്ട തത്വങ്ങൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. KNMന്റെ സംസ്ഥാന ട്രഷറർ മുസ്തഫ ഫാറൂഖി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കത്തുന്ന ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന ഓക്സിജനും ഉൾച്ചേർന്ന് ജലമുണ്ടാകുന്നുവെന്ന തത്വത്തിന് പകരം അതിനപ്പുറത്തേക്ക് ആ ജലം തന്റെ സഹോദരന് കുടിക്കാൻ കൊടുക്കാനുള്ളതാണെന്ന തത്വം പഠിക്കാൻ നമ്മുടെ ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അത്യുജ്വലമായ മുന്നേറ്റമായി നമ്മൾ പറയുന്ന ഇന്റർനെറ്റ് കഫേകളിൽ നിന്ന് പുറത്തു വരുന്ന ചെറുപ്പക്കാരായ ആളുകൾ വിയർത്ത് കുളിക്കുന്ന കഥകൾ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിനൊരു നൊമ്പരമുണ്ടാകുന്നില്ലേ? ചരിത്രത്തിലെ ശ്രദ്ധേയമായ നേട്ടങ്ങളായി പറയുന്ന സ്കാനിങ്ങുകളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ സ്വന്തം വയറ്റിലുള്ള കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് നോക്കി ഭ്രൂണഹത്യക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളെയും നമുക്ക് കാണാതിരിക്കാനാവില്ല. ലോകം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എഞ്ചിനീയറിംഗിന് പഠിച്ച് IIT-യിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനത്തിൽ M.Tech പഠിച്ചുകൊണ്ടിരിക്കുന്ന അർഷദ് എന്ന വിദ്യാർത്ഥിയാണ് മയക്കുമരുന്ന് വാങ്ങാൻ പണം തരാത്തതിന്റെ പേരിൽ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന ഉമ്മയുടെ തലക്കടിച്ച് കൊന്നത് എങ്കിൽ എവിടെയാ സഹോദരങ്ങളെ വിദ്യാഭ്യാസവും അറിവും നമുക്ക് ഉപയോഗപ്പെടുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് തന്റെ സാമ്പത്തിക ലാഭത്തിൽ തന്റെ മനസ്സിന്റെ വികാര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി അവസാനം വെട്ടിനുറുക്കി കുറ്റിക്കാടിലേക്ക് വലിച്ചെറിയുന്നതും വിദ്യാഭ്യാസമുള്ള ആളുകളായിരുന്നു. മഹത്തായ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാന പുരസ്സരം ഇന്ത്യയുടെ ഉദ്യോഗസ്ഥ സ്ഥാനങ്ങളിലേക്ക് കടന്നു വന്ന് അവസാനം ലഹരിയുടെ പേരിൽ പിടിക്കപ്പെടുന്നത് IAS-കാരനായ ഉദ്യോഗസ്ഥനാണ് എങ്കിൽ ഇവിടെയാണ് നമുക്ക് അറിവ് ഉപയോഗപ്പെടുന്നത് എന്ന ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഇവിടെ വിദ്യാഭ്യാസം നമ്മളെ പഠിപ്പിക്കേണ്ടത്, വിദ്യാഭ്യാസം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് നന്മയുടെ പാന്താവിലൂടെ മുന്നോട്ട് നടക്കാനുള്ളതാണ്. അല്ലാതെ അന്യന്റെ വയറ്റിൽ, അന്യന്റെ കുടലിൽ കൈയിട്ട് വരുന്ന ഡോക്ടർമാരെ സൃഷ്ടിക്കാനോ, മനുഷ്യന്റെ വയറ്റിനകത്തുള്ള, മനുഷ്യന്റെ ശരീരത്തിനകത്തുള്ള കിഡ്നികൾ മോഷ്ടിക്കുന്ന നഴ്സുമാരെ സൃഷ്ടിക്കാനോ
പാലം പണിയുന്ന സമയത്ത് സിമെന്റിന് പകരം പാറപ്പൊടികൾ ചേർത്ത് കബളിപ്പിക്കുന്ന എഞ്ചിനീയർമാരെ സൃഷ്ടിക്കാനോ, രാജ്യത്തിന്റെ മഹനീയമായ സുരക്ഷ ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തിനെതിരെ ഒറ്റുകൊടുക്കുന്ന സൈന്യങ്ങളെ സൃഷ്ടിക്കാനോ, അഴിമതിയുടെ പത്രങ്ങളായി മുന്നോട്ട് പോകുന്ന ഉദ്യോഗസ്ഥന്മാരെ സൃഷ്ടിക്കാനോ, പ്രസംഗം തൊഴിലാക്കിയിട്ടുള്ള നേതാക്കളെ സൃഷ്ടിക്കാനോ അല്ല വിദ്യാഭ്യാസം നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. മനുഷ്യനെ മനുഷ്യനായി പ്രസവിപ്പിക്കാൻ, മനുഷ്യനെ മനുഷ്യനാക്കാൻ വിദ്യാഭ്യാസത്തിന് സാധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഒരു വിദ്യാലയം ജനിക്കുമ്പോൾ 100 ജയിലുകൾ അടക്കപ്പെടുന്നു എന്ന് പറയുന്ന വിക്ടർ ഹ്യൂഗോയുടെ വാക്കുകൾക്ക് പ്രസക്തിയുള്ളത്. എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് which changes, which convert a larva into a butterfly. ഒരു ലാർവയെ പൂമ്പാറ്റയാക്കി മാറ്റുന്ന പ്രക്രിയയാണോ വിദ്യാഭ്യാസം എന്ന് പറയുന്ന അല്ലാമ ഇക്ബാലിന്റെ വാക്കുകൾ സാർത്ഥമാകുന്നതും ഇവിടെയാണോ? നമ്മൾ ആലോചിക്കേണ്ടത് അവിടെയാണോ? ഈ ലോകത്ത് കാണുന്ന അശ്ലീലമായ പ്രവർത്തനങ്ങൾക്കെതിരെ, അഴിമതിയുടെയും അന്ധകാരത്തിന്റെയും പ്രവർത്തനങ്ങൾ കാണുമ്പോ, അനീതിയിലൂടെ വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് പോകുമ്പോ തലയും മണ്ണിൽ താഴ്ത്തിക്കൊണ്ട് ഒട്ടക പക്ഷിയെ പോലെ മുന്നോട്ട് പോകാൻ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയ്ക്ക്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് സാധിക്കുകയില്ല. അങ്ങേ ഹസാരയുടെ സമരം കേൾക്കുമ്പോ, നമ്മുടെ വീട്ടിനകത്ത് കിടന്ന് ബക്കറ്റിൽ തിരയിളക്കങ്ങൾ ഉണ്ടാകുമ്പോ പെരിയാറിനെ ഓർത്തുകൊണ്ട് വിലപിക്കുന്ന നമ്മൾ, വാൾ സ്ട്രീറ്റിലെ കൊടുങ്കാറ്റുകൾ സ്വന്തം അടുക്കളയിൽ പോലും കൊടുങ്കാറ്റായി ചുഴലിക്കാറ്റായി അടിച്ചു വീശുന്ന സമയത്ത്, സ്വന്തം വീടിന്റെ തൊട്ടടുത്ത് കിടന്ന് അനീതിക്ക് വേണ്ടി, മദ്യത്തിന് വേണ്ടി, മദിരാശിക്ക് വേണ്ടിയിട്ട് ആഭാസകരമായ പ്രവർത്തനത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോ അതിനെതിരെ പ്രതികരിക്കാൻ ചങ്കൂറ്റമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളില്ല എങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗം ഇതിന് തയ്യാറാണ്. നിങ്ങളൊരാളും ഞങ്ങളുടെ കൂടെ വേണ്ട. പക്ഷേ ഈ കാണുന്ന ഈ പാരാവാരങ്ങളായിട്ടുള്ള വിദ്യാർത്ഥി വിഭാഗം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു വിപ്ലവത്തിന്റെ മുന്നിൽ നടക്കാൻ, വിപ്ലവത്തിന്റെ നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ പഠിക്കുന്നത് ദൈവത്തിലേക്ക് എത്തണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവാണ് ഏകനായ രക്ഷിതാവ് എന്ന തിരിച്ചറിവിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാനാത്വത്തിൽ ഏകത്വത്തെ കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് പരീക്ഷ എഴുതുകയും അതിനെക്കുറിച്ച് മാർക്ക് വാങ്ങുകയും ചെയ്യുന്ന ആളുകൾ, അത് പഠിക്കുന്ന സോഷ്യൽ സയൻസിന്റെ വിദ്യാർത്ഥി തിരിച്ചറിയേണ്ടത് ഇസ്ലാമിന്റെ മഹനീയമായ സാമൂഹിക വ്യവസ്ഥയെ കുറിച്ച് അവൻ തിരിച്ചറിയണം. ഇവിടെയാണ് അവന്റെ ജീവിതം, അവന്റെ പഠനം പൂർത്തിയാകുന്നത്. അല്ലേ സഹോദരങ്ങളെ? തന്റെ ജീവിതത്തിൽ ജനിച്ചു വീഴുന്ന പെൺകുഞ്ഞിനെ കാലോട് പിടിച്ചുകൊണ്ട് കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് യൂഫ്രട്ടീസിന്റെ തെരുവോരങ്ങളിൽ ഒരു ഒട്ടകം വിശന്ന് കിടക്കുന്നുണ്ട് എന്നറിയുമ്പോ തന്റെ കയ്യിൽ ഭക്ഷണം പിടിച്ചുകൊണ്ട് ഒട്ടകത്തിന്റെ നേരെ നടന്നു നീങ്ങുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ സൃഷ്ടിച്ച സാമൂഹ്യ ബോധത്തെ കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ? ലോകം നിലനിൽക്കുന്നത് 4 ഫലങ്ങൾക്ക് താഴെയാണ്. ഗ്രാവിറ്റേഷന്റെയും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന്റെയും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്റെയും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെയും ബലത്തിലാണ് ലോകം നിലനിൽക്കുന്നത് എന്ന് പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ അവിടെ വെച്ച് അവസാനിപ്പിക്കരുതേ നമ്മൾ. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു കാര്യം കൂടി പറയുന്നില്ലേ? ഇതിനപ്പുറത്ത് ഈ ഫലങ്ങളെ നിയന്ത്രിക്കുന്ന അദൃശ്യമായ ശക്തിയെ കുറിച്ചുള്ള പഠനങ്ങളാണ് ഞാൻ തുടരുന്നതെന്ന് പറയുമ്പോ അതിലേക്ക് തിരിച്ചു താൻ എന്തേ സഹോദരങ്ങളെ ഫിസിക്സ് പഠിക്കുന്ന ആളുകൾക്ക് സാധിക്കാതെ പോയത്? കെമിസ്ട്രിയുടെ ലാബിൽ ഇരുന്നു കൊണ്ട് വ്യത്യസ്ത സാൾട്ടുകൾ എടുത്ത് അതിന്റെ കെമിക്കൽ റിയാക്ഷനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ആറ്റത്തെ കുറിച്ച്, ആറ്റത്തിന്റെ മധ്യത്തിലുള്ള ന്യൂക്ലിയസിനെ കുറിച്ച്, ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിനെ കുറിച്ച്, ന്യൂട്രോണിനെ കുറിച്ച്, അതിന് കുറുകെ അതിന് ചുറ്റുമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിനെ കുറിച്ച് അതെങ്ങനെയാണ് എന്ന് ബൈ ചാൻസ് എന്ന് പറയുമ്പോ അത് യാദൃശ്ചികമായി ഉണ്ടായതാണെന്ന് പറയുമ്പോ അത് അംഗീകരിക്കാൻ ഒരു കെമിസ്ട്രിയുടെ വിദ്യാർത്ഥിക്ക് സാധിക്കരുത്. അവിടെയാണ് പഠനം പൂർത്തിയാകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. നിയമപുസ്തകങ്ങൾ കാണാതെ പഠിക്കുകയും നിയമപുസ്തകത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അത് മനഃപ്പാഠമാക്കി കോടതികളുടെ വരാന്തകളിലൂടെ കടന്നു ചെന്ന് വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്യുന്ന നിയമ വിദ്യാർത്ഥി തിരിച്ചറിയേണ്ടത് ഒരാളെ കൊന്നവനെയും 100 ആളെ കൊന്നവനെയും ഒരേ ശിക്ഷയ്ക്ക് മുന്നിൽ വിധേയമാക്കുന്ന ഭൗതികമായ നിയമവ്യവസ്ഥ, ആത്മഹത്യ ചെയ്യുന്നവനെയും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചവനെയും ഒരേ ശിക്ഷ മാത്രമേ ഈ ലോകത്ത് നിയമത്തിന് നൽകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ തെറ്റ് ചെയ്തവനെയും തെറ്റ് ചെയ്യാൻ ശ്രമിച്ചവനെയും ഒരേ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന നിയമവ്യവസ്ഥക്കപ്പുറം മറ്റൊരു നിയമമുണ്ടെന്ന തിരിച്ചറിവാണ് ദൈവത്തെ തിരിച്ചറിയുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലിശയെക്കുറിച്ചും പലിശ വാങ്ങുന്നതിനെ കുറിച്ചും കൂട്ടുപലിശയെക്കുറിച്ചും അതിന്റെ വ്യത്യസ്ത തലങ്ങളെ കുറിച്ചും പരിചയപ്പെടുത്തുന്ന എക്കണോമിക്സിന് ലോകത്തൊന്നും സമ്മാനിക്കാൻ കഴിയില്ല. സുസ്ഥിരമായ ഇസ്ലാമികമായ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് തിരിച്ചു വരണമെന്ന് അങ്ങ് ബ്രിട്ടനിലെ ആർച്ച് ബിഷപ്പുമാർ വരെ ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോ അതിലേക്ക് തിരിച്ചറിയാൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിക്കും സാധിക്കേണ്ടതുണ്ട്. ലോകം ഒരു പൊട്ടിത്തെറിയിലൂടെ ബിഗ് ബാങ് തിയറിയിലൂടെ കടന്നു വന്നതാണ് എന്ന് പറയുന്ന ജീവശാസ്ത്ര വിദ്യാർത്ഥി തിരിച്ചറിയേണ്ടത്
ലോകത്ത് ഒരു കോശം ഉണ്ടാകണമെങ്കിൽ അത് യാദൃശ്ചികമായി ഉണ്ടാവുകയില്ല എന്നും, ഒരു പൊട്ടിത്തെറിയിലൂടെ ഇന്നേ വരെ ലോകത്ത് ഒരു കോശവും ഉണ്ടായിട്ടില്ല എന്നും, പോകട്ടെ കോശത്തിനുള്ളിലെ ന്യൂക്ലിയസോ, ആ കോശത്തിനുള്ളിലെ അമിനോ ആസിഡുകളോ, അതിനുള്ളിലെ ഫാറ്റി ആസിഡുകളോ, അതിനുള്ളിലെ റൈബോസോമുകളോ ഒന്നും യാദൃശ്ചികം ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് ശാസ്ത്ര വിദ്യാർത്ഥിക്കുണ്ട് എങ്കിൽ അവൻ തിരിച്ചറിയുന്നത് ദൈവത്തെ കുറിച്ചാണോ? അണ്ഡവും ബീജവും വ്യത്യസ്ത ശരീരങ്ങളിലെ വ്യത്യസ്ത ഭാഗത്തായി സൃഷ്ടിക്കുകയും ഒരു ശരീരത്തിലെ ഒരു ഭാഗത്ത് വെച്ച് സംയോജിപ്പിക്കുകയും അമ്മയുടെ ഭ്രൂണം വളരുകയും സിദ്ധാന്തമായി ഭ്രൂണമായി വളർന്നു വരികയും ജനിക്കുന്ന സമയത്ത് ഉമ്മയുടെ മാറിവിടത്തിൽ അമ്മിനെ ഒരുക്കി സംവിധാനിക്കുകയും ചെയ്ത ഒരു ദൈവത്തെ കുറിച്ച് തിരിച്ചറിയാൻ മെഡിക്കൽ വിദ്യാർത്ഥിക്ക് സാധിക്കേണ്ടതുണ്ട്. അവസാനിക്കുന്നില്ല സഹോദരങ്ങളെ. എഞ്ചിനീയറിംഗിനെ കുറിച്ചും ഉയർന്നു നിൽക്കുന്ന ഫ്ളാറ്റുകളെ കുറിച്ചും ഉയർന്നു നിൽക്കുന്ന അമ്പലച്ചുംബികളായി നിലനിൽക്കുന്ന ബിൽഡിങ്ങുകളെ കുറിച്ചും വ്യത്യസ്തങ്ങളായ മെഷീനുകളെ കുറിച്ചും പരിചയപ്പെടുത്തുന്ന സമയത്ത് അവിടെ സ്ട്രക്ചറൽ മെക്കാനിക്സും അവിടെ ഡിസൈനിങ്ങും മെഷീൻ ഡിസൈനിങ്ങും പഠിക്കുന്ന സമയത്ത് ലോകത്തൊരു എഞ്ചിനീയർക്കും പറയാൻ കഴിയില്ല ഈ ലോകത്തിന്റെ ഈ ആകാശങ്ങളെ സംവിധാനിച്ച, ഈ ഗ്രഹങ്ങളെ സംവിധാനിച്ച, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളും സ്വന്തം ഭ്രമണപഥത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെയും തിരിച്ചറിയാൻ, അതിനെക്കുറിച്ച് വിവേചിക്കാൻ, അതിന്റെ മെക്കാനിസം പറഞ്ഞു കൊടുക്കാൻ, അതിനെ നിയന്ത്രിക്കുന്നയാളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ലോകത്തൊരു ശാസ്ത്രജ്ഞനും സാധിച്ചിട്ടില്ല എങ്കിൽ അവിടെയാണ് നമ്മുടെ അറിവിന്റെ അപര്യാപ്തത എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ കണക്കിലെ സൂത്രവാക്യങ്ങൾ പഠിക്കലല്ല, ജീവിതത്തിന്റെ സൂത്രവാക്യം പഠിക്കാൻ, ജീവിതത്തിന്റെ സൂത്രവാക്യങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ പഠനം പൂർത്തിയാകുന്നത് എന്ന ഞാൻ പറഞ്ഞ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഏകനായ ആരാധ്യനായി മറ്റൊരാളുമില്ലെന്ന തിരിച്ചറിവിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ പഠനം പൂർത്തിയാകുന്നത് എന്ന അറിവിലേക്ക് നമ്മൾ തിരിച്ചു വരണം. വിശുദ്ധ ഖുർആനിന്റെ പഠനങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന കൃത്യമായ ശാസ്ത്രത്തിന്റെ ഭാഗങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബ് പോലും കണ്ടിട്ടില്ലാത്ത, ഒരു ഗവേഷണശാലയിൽ പോലും പോയിട്ടില്ലാത്ത, ഒരു ശാസ്ത്ര പുസ്തകം പോലും വായിച്ചിട്ടില്ലാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇത്തരം വചനങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ അതിന് ദൈവത്തിന്റെ വചനമാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അവിടെയാണ് MSM ഉയർത്തിപ്പിടിക്കുന്ന ഈ ഒരു പ്രമേയത്തിന്റെ പ്രസക്തിയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, MSMകാര് നമ്മളൊരു മാറ്റത്തിന് വിധേയമാകണം. നമ്മൾ വാലും വയറുമുള്ള, ശരീരത്തിനകത്ത് മൃഗത്തിന്റെ ചിത്രങ്ങളുള്ള ഷർട്ടുകൾ ഇട്ടുകൊണ്ട് അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന, ചെവിയിലൊരു ഹെഡ്സെറ്റും പിടിച്ച് കയ്യിലൊരു മൊബൈലും പിടിച്ച് മറ്റേ കയ്യിലൊരു ലാപ്ടോപ്പും പിടിച്ച് അനീതിക്ക് കുറുകെ പോകുന്ന, ആഭാസത്തിന് കുറുകെ പോകുന്ന ആളുകളാണെങ്കിൽ MSMകാർ അതിനെ തിരുത്താൻ, ഇതിനൊരു തിരുത്തൽ ശക്തിയായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വാലറ്റുപോയ ഡാർവിന്റെ സിദ്ധാന്തമോ മറ്റ് തിരുത്തലുകൾക്ക് വിധേയമാകുന്ന ഐൻസ്റ്റീന്റെ സിദ്ധാന്തമോ അതിനപ്പുറത്ത് തിരുത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ന്യൂട്ടന്റെ സിദ്ധാന്തങ്ങളുമല്ല മനുഷ്യന്റെ യഥാർത്ഥമായ ശാസ്ത്രം എന്ന് പറയുന്നത്. ദൈവികമായ ശാസ്ത്രത്തിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയുമ്പോഴാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ അറിവ് ആ അർത്ഥത്തിൽ ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ മഹത്തായ ആദർശത്തിന്റെ പ്രഭകൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ പറഞ്ഞു പ്രചരിപ്പിക്കാൻ മതം കറുപ്പാണെന്ന് പറയുന്ന ആളുകൾ ഒരു ഭാഗത്ത്, മതം പ്രശ്നമാണെന്ന് പറയുന്ന ആളുകൾ ഒരു ഭാഗത്ത്, ജീവിതം കളിയാണെന്ന് പറയുന്ന ആളുകൾ ഒരു ഭാഗത്ത്, ജീവിതം ഉന്മാദമാണെന്ന് പറയുന്ന ആളുകൾ ഒരു ഭാഗത്ത്. അല്ല, ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, മതങ്ങൾക്ക് ലക്ഷ്യമുണ്ട്. ദൈവിക മതത്തിലേക്ക് തിരിച്ചു വരണമെന്ന ദൈവിക മതമായി പഠിപ്പിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിക്ക് അനുയോജ്യമായ മതമാണ് ഇസ്ലാം എന്ന് വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം 30-ാമത്തെ സൂക്തത്തിലൂടെ മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കുന്ന ആ മതത്തിലേക്ക് തിരിച്ചു നടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദൈവികമായ മതമാണ് ഇസ്ലാം എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലൂടെ വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഏകനായ ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് തിരിഞ്ഞു നടക്കാൻ അപ്പോഴാണ് നമ്മുടെ അറിവ് പൂർണ്ണമാകുന്നത്. നമ്മൾ ഒരു വിപ്ലവത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. 40 വർഷത്തോളമായി പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികളാണ്, അതിന്റെ പ്രവർത്തകരാണ് എന്ന ബോധം നമുക്കുണ്ട് എങ്കിൽ, അതേ സഹോദരങ്ങളെ, ചരിത്രത്തിൽ നിങ്ങൾക്കറിയില്ലേ, ജാമിയ മില്ലിയയിലേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയും അവിടെ വെച്ച് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കണ്ട സമയത്ത് അവിടുത്തെ വൈസ് ചാൻസലർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഐ കെയിം ഹിയർ ടു ലേൺ ഹിസ്റ്ററി പഠിക്കാൻ വന്നതാണ് ഞാൻ, ചരിത്രം പഠിക്കാൻ വന്നതാണ് ഞാൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ വൈസ് ചാൻസലർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനോട് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ദ ടൈം ടു ടീച്ച് ഹിസ്റ്ററി, ഇത് ഹിസ്റ്ററി പഠിപ്പിക്കാനുള്ള സമയമല്ല, ഇറ്റ് ഈസ് ദ ടൈം ടു ക്രിയേറ്റ് ഹിസ്റ്ററി, ഇത് ചരിത്രം സൃഷ്ടിക്കാനുള്ള സമയമാണ്. അതെ, ചരിത്രം സൃഷ്ടിക്കാൻ, ചരിത്രത്തിന് നേതൃത്വം നൽകാൻ ചരിത്രത്തിന് ചിലപ്പോൾ ബോറടിക്കും,
ചിലപ്പോ ബോറടിക്കും. ചരിത്രത്തിന്റെ നന്മയിലെ പാന്താവിലേക്ക് വല്ലതും സമർപ്പിക്കാൻ, അടയാളപ്പെടുത്തി കടന്നുപോകാൻ ഈ ആദർശ പ്രസ്ഥാനത്തിൽ നമുക്കറിയാമല്ലോ. അടയാളപ്പെടുത്തലുകളായ ഒട്ടേറെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോ നമ്മളിലൂടെ അടയാളപ്പെടുത്തലുകളായിട്ട് MSM എന്തെങ്കിലും നൽകാൻ സാധിക്കണം. നമ്മൾ അടങ്ങിയിരുന്നുകൂടാ. ആദർശമാണ് നമ്മുടെ കൂടെയുള്ളത്, ആദർശമാണ് നമ്മുടെ കൂടെയുള്ളത്. പണത്തൂക്കത്തിന്റെ പിന്നാലെ നമ്മൾ പോകുന്നില്ല, ആൽഫലത്തിന്റെ പിന്നാലെയും നമ്മൾ പോകുന്നില്ല. നമ്മൾ പോകുന്നത് ആദർശത്തിന്റെ പിന്നാലെയാണ്. അതല്ലേ KP മുഹമ്മദ് മൗലവിയോട് നിങ്ങൾ അറിയണം. KP മുഹമ്മദ് മൗലവിയോട് സലഫി ആദർശം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ, അതിങ്ങോട്ട് വന്നാല് നിങ്ങൾക്ക് പണം കിട്ടുമെന്ന് പറഞ്ഞപ്പോ KP മുഹമ്മദ് മൗലവി പറഞ്ഞതെന്താ? നിങ്ങൾ അങ്ങ് ആ അറേബ്യയുടെ മണലാരണ്യത്തിൽ പെട്രോൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കേരളത്തിൽ തൗഹീദ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെ, ഒരാളുടെയും പണം ഞങ്ങൾക്ക് വേണ്ട, സലഫി മനഹജിന്റെ ഇറക്കുമതി നമുക്ക് വേണ്ട. ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. നാളെ നമ്മുടെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഉമ്മക്ക് രോഗം വരുന്ന സമയത്ത് ജിന്ന് കയറിയതാണെന്ന് പറഞ്ഞ് വ്യത്യസ്ത കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോ അതിന് ഉത്തരവാദികൾ നമ്മളാകുമെന്നതിന്റെ പേരിലാണ് ഞാൻ ഇത് തുറന്നു പറയുന്നത്. അതെ, പനി വരുമ്പോഴേക്ക് ഉമ്മാക്ക് കണ്ണേറ് ബാധിച്ചതാണെന്ന് പറഞ്ഞ് ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് മാറുന്നുവെങ്കിൽ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് നമുക്ക് വേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. നമ്മുടെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകണം. സിലാഹി പ്രസ്ഥാനം അതിന്റെ ആദർശത്തിൽ 1920-കളിൽ നിഷ്പക്ഷ സംഘം എന്ന പേരിൽ, കേരള മുസ്ലിം ഐക്യ സംഘം എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ച് 20കളിൽ നമ്മൾ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക കാർഷിക സെമിനാർ സംഘടിപ്പിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരെ നമ്മൾ 1920കളിൽ അവസാനിപ്പിച്ചിട്ടില്ല. വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്റെ പ്രസ് തുടങ്ങുമ്പോ ജർമ്മനിയിൽ നിന്നാണ് പ്രസിന് വേണ്ട ഉപകരണങ്ങൾ കൊണ്ടുവന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ട് എങ്കിൽ നവോത്ഥാനത്തിൽ നമ്മൾ പുറകോട്ട് പോയി കൂടാ. നവോത്ഥാനത്തിലേക്ക് ഇനിയും നല്ല നല്ല ചരിത്രങ്ങൾ നൽകാൻ, അങ്ങനെ നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ പുതിയ പുതിയ നാമ്പുകൾ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. ആ അർത്ഥത്തിലേക്ക് ഉയരാൻ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്ന, നമ്മളോട് ഇവിടെ പറഞ്ഞു പോയ ആളുകൾ ഒട്ടേറെ ആളുകളുണ്ട്, പേര് പരാമർശിക്കുന്നില്ല. സിലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം വല്ലാത്ത ഒരു ചരിത്രമായിരുന്നു. ആ ചരിത്രത്തിലൂടെ വിയർപ്പിന്റെ കണങ്ങൾ നെറ്റിത്തടത്തിൽ വെച്ചുകൊണ്ട് നമ്മളോട് വിട പറഞ്ഞു പോയ നമ്മുടെ നജീബ്ക്കയെ ഓർക്കാതെ ഒരു MSMന്റെ സമ്മേളനം അവസാനിക്കാറില്ല. ആ നജീബ്ക്ക ഈ ആദർശത്തിന് വേണ്ടി പടവെട്ടിക്കൊണ്ട് സമ്മേളനത്തിനിടയിലാണല്ലോ നമ്മളോട് വിട പറഞ്ഞു പോയത്. സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുമ്പോ അതെ, അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്കും ഒരു മാറ്റത്തിന്റെ തിരുത്തലുകൾ സൃഷ്ടിക്കാൻ ഒരാളും കാണാനല്ല, അല്ലാഹു തആല കാണാൻ, റബ്ബ് മാത്രം കാണാനാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. മറ്റു പത്രങ്ങളിൽ വരാനല്ല, പത്രങ്ങളിൽ പരസ്യം കൊടുക്കാനല്ല. അതിനപ്പുറത്ത് ദൈവം തമ്പുരാൻ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിലൂടെ മുന്നോട്ട് പോകുമ്പോ അതിന്റെ വഴിത്താരകളിൽ ആരൊക്കെയുണ്ടായിരുന്നാലും നമുക്കതിന് പ്രശ്നമല്ല എന്ന തിരിച്ചറിവിലേക്ക് കടന്നു ചെല്ലുകയും അങ്ങനെ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കേരളക്കരയിൽ ഒരു നവോത്ഥാനത്തിന്, വിദ്യാർത്ഥി നവോത്ഥാനത്തിന്, ഒരു വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ ഈ പ്രസ്ഥാനത്തിന്, ഈ സംഘടനയ്ക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.